നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നു. പുഴയുടെ നീരൊഴുക്ക് കുറഞ്ഞതാണ് അനുകൂല ഘടകമായത്. തൃക്കരിപ്പൂരിൽ MSF SFI നേതാക്കൾ ഹോട്ടലിന് മുന്നിൽ ഏറ്റുമുട്ടി. 5 പേർ ആശുപത്രിയിൽ. ചെർക്കള ചട്ടഞ്ചാലിനുമിടയ്ക്ക് ദേശീയപാതയിൽ വിള്ളൽ വീണതിനെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിൽ ഭീഷണിക്ക് പരിഹാരമായില്ല. വലിയ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ യാത്രാവിലക്ക് ഒരാഴ്ച കൂടി തുടരും. കാസർഗോഡ് മല്ലംപാറയിൽ പന്നിക്ക് വെച്ച കെണിയിൽ കുരുങ്ങിച്ചത്തത് 4 വയസ്സുള്ള പെൺപുലി. വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. മണലൂറ്റിൽ സഹികെട്ട വലിയ പറമ്പ് ജനതാ പ്രക്ഷോഭത്തിന് സമരപ്രഖ്യാപന കൺവെൻഷൻ നടന്നു. ജൈവ നെൽകൃഷിയുമായി ബേഡെടുക്ക വനിതാ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. 5 ഏക്കർ നെൽവയലിലാണ് കൃഷി. വാർത്തകൾ വിശദമായി. ശിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നു. 2 ദിവസത്തിനകം തീരുമാനമാകുമെന്ന് കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പുഴയുടെ നീരൊഴുക്ക് കുറഞ്ഞതാണ് അനുകൂല ഘടകമായത്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ തിങ്കളാഴ്ച പുനരാരംഭിച്ചേക്കും. ഇത് സംബന്ധിച്ച് 2 ദിവസത്തിനകം തീരുമാനമാകുമെന്ന് കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇതിനു മുന്നോടിയായി കാർവാറിലെ നാവികസേനാ ഉദ്യോഗസ്ഥർ കൊച്ചിയിലെ നാവികസേനാ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. നിലവിൽ 4 നോട്ട്സാണ് പുഴയിലെ അടിയൊഴുക്ക്. കൊങ്കൺ മേഖലയിൽ വരുന്ന 2 ദിവസം കൂടി മഴ കുറഞ്ഞാൽ നേവിയുടെ മുങ്ങൽ വിദഗ്ധർ തിരച്ചിൽ പുനരാരംഭിക്കും. 2 ദിവസം കൂടി കാലാവസ്ഥ അനുകൂലമായാൽ പുഴയുടെ നീരൊഴുക്ക് 2 നോട്ട്സിലേക്ക് കുറയുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയുടെ സഹായത്തോടെയായിരിക്കും തിരച്ചിൽ. കാലാവസ്ഥ അനുകൂലമെന്നാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. ഇതുകൂടി പരിഗണിച്ചാണ് തിരച്ചിൽ പുനരാരംഭിക്കുന്നത്. കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് ശിരൂരിൽ വലിയ ദുരന്തമുണ്ടായത്. അപകടത്തിൽ 8 പേരാണ് മരണപ്പെട്ടത്. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ഹോട്ടൽ നടത്തുകയായിരുന്ന ലക്ഷ്മണനും കുടുംബവും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. റഡാർ പരിശോധനയിൽ അടയാളപ്പെടുത്തിയ മാർക്ക് 4-ലായിരിക്കും പ്രധാനമായും തിരച്ചിൽ. ഈശ്വർ മൽപ്പയെ സഹായിക്കാനായി കാർവാറിൽ നിന്നുള്ള നേവിയുടെ മുങ്ങൽ വിദഗ്ധരും ഉണ്ടാകും. ഇതിനു പുറമെ NDRF, SDRF, പോലീസ്, ഫയർഫോഴ്സ് എന്നിവരുടെ സേവനവും ലഭ്യമാക്കും. കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് ശിരൂരിലെത്തും. അർജുന്റെ ബന്ധുക്കൾ ശിരൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ലോറി ഉടമ മനാഫ് നിലവിൽ ശിരൂരിൽ തന്നെയുണ്ട്. MLA AKM അഷ്റഫ് തിങ്കളാഴ്ചയോടെ ശിരൂരിലെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ തിരച്ചിൽ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കർണാടക ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് ഹർജി പരിഗണിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശിരൂർ. തൃക്കരിപ്പൂരിൽ MSF SFI നേതാക്കൾ ഹോട്ടലിന് മുന്നിൽ ഏറ്റുമുട്ടി. 5 പേർ ആശുപത്രിയിലായി. രാത്രിയിൽ സംഘർഷം 3/4 മണിക്കൂറോളം നീണ്ടതായി നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ. വെള്ളിയാഴ്ച രാത്രി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെ സംഘങ്ങളാണ് തമ്മിൽ ഏറ്റുമുട്ടിയത്. പരിക്കേറ്റ 5 പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. MSF SFI സംഘടനകളുടെ ഭാരവാഹികളായ നേതാക്കളാണ് തൃക്കരിപ്പൂർ മൃഗാശുപത്രിക്കടുത്തുള്ള ഹോട്ടലിന് മുന്നിൽ സംഘടിതമായി ഏറ്റുമുട്ടിയത്. അക്രമത്തിൽ പരിക്കേറ്റ SFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം V കാർത്തിക്, ഏരിയ ജോയിന്റ് സെക്രട്ടറി വിഷ്ണു, DYFI പിലിക്കോട് മേഖലാ സെക്രട്ടറി N ജിഷ്ണു, KV വിഷ്ണു എന്നിവരെ പയ്യന്നൂരിലെയും തൃക്കരിപ്പൂരിലെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അക്രമത്തിൽ തലയ്ക്ക് പരിക്കേറ്റ MSF പ്രവർത്തകൻ തൃക്കരിപ്പൂർ മണിയനൊടിയിലെ മുസമ്മലിനെ കാഞ്ഞങ്ങാട് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രി 9:15 തുടങ്ങിയ സംഘർഷം 3/4 മണിക്കൂറോളം നീണ്ടുനിന്നതായി പോലീസ് ശേഖരിച്ച നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിലുണ്ട്. ചന്ദേര അഡീഷണൽ SI K സതീശന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയാണ് സംഘർഷത്തിന് അയവ് വരുത്തിയത്. പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ആഴ്ച മുമ്പ് UDSF സംഘടനകൾ യൂണിറ്റ് രൂപീകരണ വേളയിൽ MSF KSU നേതാക്കൾക്ക് നേരെ അക്രമം ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്നലെ രാത്രിയുണ്ടായ അക്രമമെന്ന് പോലീസ് കരുതുന്നു. സംഭവത്തിൽ ചന്ദേര പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയ്ക്ക് ദേശീയപാതയിൽ വിള്ളൽ വീണതിനെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിൽ ഭീഷണി കാരണം വലിയ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ യാത്രാവിലക്ക് ഒരാഴ്ച കൂടി തുടരും. വിള്ളൽ വീണ പഴയ ദേശീയപാതയുടെ ഭാഗം ഒഴിവാക്കി കൂടുതൽ വീതിയിൽ കുന്നിടിച്ചുള്ള താൽക്കാലിക റോഡ് നിർമ്മിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു. ദേശീയപാതയിലെ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ചരക്ക് വാഹനങ്ങൾക്കും ബസ്സുകൾക്കും ചട്ടഞ്ചാൽ ചെർക്കള റൂട്ടിൽ ഏർപ്പെടുത്തിയ വിലക്ക് ഒരാഴ്ച കൂടി തുടരും. ചെർക്കള VK പാറയിൽ മണ്ണിടിച്ചിലും റോഡിലുണ്ടായ വിള്ളലും കാരണം ചൊവ്വാഴ്ച മുതലാണ് ഗതാഗതം വഴിതിരിച്ചുവിട്ടത്.
കാർ, ഓട്ടോ, ടെമ്പോ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾ ഇതുവഴി ഓടുന്നുണ്ട്. സുരക്ഷിതമായ ഗതാഗത സൗകര്യമൊരുക്കാൻ അടിയന്തര ജോലി നടക്കുകയാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പറ്റുമെന്നും ദേശീയപാത കരാർ കമ്പനിയായ മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അധികൃതർ അറിയിച്ചു. വിള്ളൽ വീണ പഴയ ദേശീയപാതയുടെ ഭാഗം ഒഴിവാക്കി ഇവിടെ കൂടുതൽ വീതിയിൽ കുന്നിടിച്ചാണ് താൽക്കാലിക റോഡ് ഉണ്ടാക്കുന്നത്. പകലും രാത്രിയും ഈ പണി നടക്കുകയാണ്. ഇടിച്ച കുന്നിന്റെ റോഡിലേക്കുള്ള പാർശ്വഭാഗം ഉറപ്പിക്കാൻ സോയിൽ നെയിലിംഗ് ചെയ്യേണ്ടതിനാലാണ് പഴയ രീതിയിൽ ഗതാഗതം പുനരാരംഭിക്കാൻ വൈകുന്നത്. മഴ പൂർണ്ണമായി വിട്ടുനിന്നാൽ ഈ ജോലി അടിയന്തരമായി പൂർത്തിയാക്കും. VK പാറ മുതൽ ബേവിഞ്ച സ്റ്റാർ നഗർ വരെ കുന്നിടിച്ച ഭാഗത്തെ മണ്ണിടിച്ചൽ പ്രതിരോധ സംവിധാനമായ സോയിൽ നെയിലിംഗ് ഇതോടെ പൂർത്തിയാകും. ദേശീയപാതയിലൂടെയുള്ള വലിയ വാഹനങ്ങൾ ചട്ടഞ്ചാലിൽ നിന്ന് കോളിയടുക്കം ദേളി വഴി ചന്ദ്രഗിരി സംസ്ഥാന പാതയിലേക്കാണ് വഴിതിരിച്ചുവിട്ടത്. ചെർക്കള വിദ്യാനഗർ കളക്ട്രേറ്റ് ഭാഗത്തേക്കും ചട്ടഞ്ചാൽ ഭാഗത്തു നിന്നും മുളിയാർ ഭാഗത്തേക്കുമുള്ള ബസ് യാത്രക്കാർക്ക് ഇത് ദുരിതമായിരിക്കുകയാണ്. കാസർഗോഡ് ടൗണിലെത്തി വീണ്ടും മറ്റൊരു ബസ് കയറേണ്ട സ്ഥിതിയാണ്. സമയനഷ്ടവും പണച്ചെലവും വേറെയും. ബന്തെടുക്ക ഭാഗത്തു നിന്ന് കാസർഗോഡ് പോകുന്ന ബസ്സുകൾ ചട്ടഞ്ചാൽ വിട്ടാൽ വഴിമാറേണ്ടതിനാൽ യാത്രക്കാർ നന്നേ കുറഞ്ഞു. ഓട്ടത്തിന് കൂടുതൽ സമയവും എടുക്കുന്നതിനു പുറമെ വരുമാനവും കുറഞ്ഞു. കണ്ണൂർ ഉൾപ്പെടെയുള്ള ദീർഘദൂര ബസ്സുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ വലിയ വാഹനങ്ങളുടെ യാത്ര ചെർക്കള ചട്ടഞ്ചാൽ റൂട്ടിൽ നിരോധിച്ചതിനെ തുടർന്ന് ബുദ്ധിമുട്ടിലായ വിദ്യാർത്ഥികൾക്ക് മേഘ കൺസ്ട്രക്ഷൻ സൗജന്യ ബസ് യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 2 ഭാഗത്തേക്കും ഒരു മിനി ബസ് 8 ട്രിപ്പാണ് സൗജന്യമായി ഓടുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ആദൂർ റോഡിൽ പടുപ്പിന് സമീപം മല്ലമ്പാറയിൽ പന്നിക്ക് വെച്ച കെണിയിൽ കുരുങ്ങിച്ചത്തത് 4 വയസ്സുള്ള പെൺപുലി. പാണ്ടിയിലുള്ള വനം വകുപ്പ് ഓഫീസ് പരിസരത്ത് ശനിയാഴ്ച ഉച്ചയോടെ പൂർത്തിയായ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. കഴിഞ്ഞ ദിവസമാണ് ആദൂർ റോഡിൽ പടുപ്പിന് സമീപം മല്ലമ്പാറയിലെ അണ്ണപ്പ നായിക് എന്നയാളുടെ റബ്ബർ തോട്ടത്തിലെ കെണിയിൽ പുലിയെ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. അലർച്ച കേട്ടെത്തിയവരാണ് ആദ്യം പുലിയെ കണ്ടത്. ബന്തെടുക്ക സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രാജുവിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ചെയ്തു. പുലിയുടെ അരഭാഗത്താണ് കുരുക്ക് കുരുങ്ങിയത്. അക്രമാസക്തനായ പുലിയെ രക്ഷപ്പെടുത്താൻ വയനാട്ടിൽ നിന്ന് മയക്കുവെടി വിദഗ്ധരുടെ സഹായം തേടിയിരുന്നു. എന്നാൽ അവശനിലയിലായ പുലി സംഘം എത്തും മുമ്പ് തന്നെ ചത്തു. ശനിയാഴ്ച ഉച്ചയോടെയാണ് പുലിയുടെ വിദഗ്ധ പോസ്റ്റ്മോർട്ടം പൂർത്തിയായത്. 4 വയസ്സുള്ള പെൺപുലിയാണെന്നാണ് പോസ്റ്റ്മോർട്ടം വിവരം. DFO K അഷ്റഫിന്റെ സാന്നിധ്യത്തിൽ കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ വനം വകുപ്പിന്റെ വെറ്റിനറി ഡോക്ടർമാരാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പുലിയുടെ ജഡം പിന്നീട് പാണ്ടി വനത്തിൽ ദഹിപ്പിച്ചു. പുലിയുടെ ഒരു കണ്ണിന് വെള്ളെഴുത്ത് എന്ന അസുഖമുള്ളതായും ഇത് കാഴ്ചയെ കാര്യമായി ബാധിച്ചിരിക്കാമെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. പുലി ചാവാനിടയായ കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദമായ റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ടെന്ന് DFO അറിയിച്ചു. ഇതിന് കൂടുതലായിട്ട് അന്വേഷണം നമ്മൾ നടത്തുന്നുണ്ട്. കേസ് ബുക്ക് ചെയ്തിട്ട് ഈ സ്നെയർ വെച്ചുകൊണ്ട് വന്യജീവികളെ പിടിക്കുന്ന ഒരു പൊതുസ്വഭാവം മലയോര മേഖലയിലുണ്ട്. അപ്പം അതിനെതിരെയുള്ള ഒരു ആന്റി സ്നെയർ ഡ്രൈവും നമ്മൾ നടത്തുന്നുണ്ട്. ഇതിന് കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ആരാണിത് ചെയ്തത് എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടെത്താൻ ചെയ്യുന്നതാണ്. പുലി ചത്ത സംഭവത്തിൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ബന്തെടുക്ക ഫോറസ്റ്റ് സെക്ഷൻ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മണലൂറ്റിൽ സഹികെട്ട വലിയ പറമ്പ് ജനത പ്രക്ഷോഭത്തിന് തുടക്കമിട്ട് സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തി. ജീവൻ കൊടുത്തും മണൽക്കടത്ത് തടയുമെന്ന് പ്രതിജ്ഞ ചെയ്ത് നാട്ടുകാർ. അമിതമായ പ്രകൃതി ചൂഷണത്തിനെതിരെ ശക്തമായി പ്രതിരോധിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാണ്. കടലിനും കായലിനും മധ്യേയുള്ള വലിയപറമ്പ് ദ്വീപ് പഞ്ചായത്തിന്റെ നിലനിൽപ്പ് പോലും ആശങ്കയിലാക്കുന്ന അനധികൃത മണലെടുപ്പ് ഇല്ലാതാക്കാൻ ഗ്രാമവാസികൾ പ്രത്യക്ഷ സമരത്തിലേക്ക്. മണൽക്കടവ് നടത്തുന്ന പഞ്ചായത്തുകളുടെ ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് നടത്താൻ മാവിലാക്കടപ്പുറത്ത് ചേർന്ന സമരപ്രഖ്യാപന കൺവെൻഷനിലാണ് തീരുമാനമുണ്ടായത്. ഈ മാസം 20-ന് പടന്ന പഞ്ചായത്തിലേക്കും 27-ന് ചെറുവത്തൂർ പഞ്ചായത്തിലേക്കുമാണ് മാർച്ചും ധർണയും നടത്തുക. അടുത്ത ഘട്ടത്തിൽ നീലേശ്വരം നഗരസഭയിലേക്കും പ്രതിഷേധം സംഘടിപ്പിക്കും. 3500-ൽ പരം വീടുകളിൽ 17,000-ൽ പരം ജനങ്ങൾ അധിവസിക്കുന്ന 24 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന വലിയപറമ്പ് ദ്വീപ് പഞ്ചായത്തിൽ അനധികൃത മണലെടുപ്പ് മൂലം ശുദ്ധജലം ലഭിക്കാത്തതും കടലോരവും കായലോരവും കരയെ ഇളക്കിയെടുക്കുന്ന അവസ്ഥയും ഉണ്ടായതോടെയാണ് കടലിലും കായലിലും ഇടയിലെ ദ്വീപുവാസികൾ പ്രക്ഷോഭവുമായി ഇറങ്ങിയിട്ടുള്ളത്. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് ദ്വീപ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ MAUP സ്കൂൾ പരിസരത്ത് ചേർന്ന ജനകീയ കൺവെൻഷൻ മണലൂറ്റ് നടത്തുന്നവർക്കെതിരെ കർശന നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന ആവശ്യവും ഉയർത്തി. മണൽക്കടത്തിനെതിരെ 100 കണക്കിന് വരുന്ന വലിയപറമ്പ് ഗ്രാമവാസികൾ പ്രതിജ്ഞയെടുത്തു. ജനകീയ കൺവെൻഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം ചെയ്തു.
വയനാടിന്റെ മുകളിൽ നിന്നൊരു ഹെലികാം ഇപ്പോൾ പോയി എടുത്താൽ അവിടെ ശ്മശാന ഭൂമി പോലെ ഒരു മനുഷ്യരുമില്ലാത്ത, ഒരു കെട്ടിടങ്ങളില്ലാത്ത അതിദയനീയമായ കാഴ്ചകളാണ് ഇന്ന് വയനാടിന്റെ മേഖലക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ വലിയ പറമ്പിന്റെ തീരദേശത്തെ ഈ പുഴയോരത്തുകൂടി ഒന്ന് നമ്മൾ നടന്നു നോക്കിയാൽ ഇവിടെ മത്സ്യത്തൊഴിലാളികളും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, സ്ഥിരമായിട്ട് പുഴയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിലാണ് ഞാൻ മത്സ്യത്തൊഴിലാളികളെ സൂചിപ്പിച്ചത്. മറ്റു തൊഴിലുറപ്പ് തൊഴിലാളികൾ, അങ്ങനെ നിരന്തരം പുഴയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ, അവർക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ ഈ 10ാം വാർഡ് തൊട്ട് ഇങ്ങോട്ട് എടുത്താൽ, അല്ലെങ്കിൽ 8ാം വാർഡ് തൊട്ട് ഇങ്ങോട്ട് എടുത്താൽ നമ്മുടെ പുഴയോരത്തിന്റെ ഒരവസ്ഥ ഹലുവ കഷ്ണം പോലെ ഓരോ ദിവസവും ഇങ്ങനെ അടർന്നു വീഴുന്ന ഒരു സ്ഥലമായിട്ട് നമ്മുടെ പുഴയോരം മാറുകയാണ് പ്രിയപ്പെട്ടവർ. വൈസ് പ്രസിഡന്റ് പി ശ്യാമള അധ്യക്ഷത വഹിച്ചു. സമരസമിതി കൺവീനർ എം അബ്ദുൽ സലാം, ട്രഷറർ കെ ഇസ്ഹാഖ്, പഞ്ചായത്തംഗം എം ടി ബുഷ്ര, കെ അശോകൻ, കെ അനിൽകുമാർ, ഖാദർ പാണ്ഡ്യാല, കെ മനോഹരൻ, ഇ കെ മല്ലിക, വി വി ഉത്തമൻ, എം ടി അബ്ദുൽ ജബ്ബാർ, സി വി കണ്ണൻ, കെ സിന്ധു, സി നാരായണൻ, ഉസ്മാൻ പാണ്ഡ്യാല, മധു കാരണത്ത്, എം ഭാസ്കരൻ ഒ കെ, ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വയനാട്ടെ ദുരന്തബാധിതർക്ക് തണലൊരുക്കുവാൻ കൈകോർത്ത് 4ാം ക്ലാസ്സുകാരനും. തടിയൻകോവൽ ALP സ്കൂൾ വിദ്യാർത്ഥി അരുണാണ് വയനാടിന്റെ അതിജീവനത്തിനായി കയ്യൊപ്പ് ചാർത്തിയത്. തന്റെ വിദ്യാനിധി സമ്പാദ്യ പദ്ധതിയിൽ നിക്ഷേപിച്ച് സ്വരൂപിച്ച 10,000 രൂപ അരുൺ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഉദിനൂർ തടിയൻകോവൽ ALP സ്കൂളിലെ നിരവധി വിദ്യാർത്ഥികളാണ് വെള്ളിയാഴ്ച നടന്ന അസംബ്ലിയിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങൾ സ്വരൂപിച്ച തുകകൾ സംഭാവന ചെയ്തത്. തെക്കേ മാണിയാട്ട് വാടക വീട്ടിൽ താമസിക്കുന്ന ബിജുവിന്റെ മകനും തടിയൻകോവൽ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ പി അരുൺ മാണിയാട്ട് സർവീസ് സഹകരണ ബാങ്കുമായി ചേർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കിയ വിദ്യാനിധി എന്ന പേരിലുള്ള തന്റെ അക്കൗണ്ടിൽ 2 വർഷം കൊണ്ട് നിക്ഷേപിച്ച 10,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വെള്ളിയാഴ്ച സ്കൂൾ അസംബ്ലിയിൽ കൈമാറി വിദ്യാർത്ഥികൾക്ക് മാതൃകയായത്. ടിവിയിലെല്ലാം വാർത്ത ഇടുമ്പോൾ എനിക്ക് അതിൽ ഫോട്ടോ കാണുമ്പോൾ എനിക്കെല്ലാം സങ്കടം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കണ്ട് അച്ഛനോട് പറഞ്ഞപ്പം അച്ഛൻ അതിന് പൈസ കൊടുത്തോട്ടെ ചോദിച്ചപ്പം അച്ഛൻ പറഞ്ഞു കൊടുത്തോന്ന്. എൻ്റെ സമ്പാദ്യം ഞാൻ നൽകി. തടിയൻകോവലിലെ PP ദീപുവിന്റെ മകൻ സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥിയായ ഏപ്രിൽ ആൻ തന്റെ ഭണ്ണാരക്കുടുക്കയിലെ 510 രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമർപ്പിച്ചു. സ്കൂളിൽ നിന്നും വയനാട്ടിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കഴിഞ്ഞ ദിവസം പുത്തനുടുപ്പ് കൈമാറിയ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളായ ധ്രുവ്, ധീരവ് എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന പടന്ന ഗ്രാമപഞ്ചായത്ത് അംഗവും സിനിമാ താരവുമായ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഏറ്റുവാങ്ങി. അരുണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അരുണിന്റെ അച്ഛന് സ്വന്തമായി ഒരു വീടില്ല. നമുക്കെല്ലാവർക്കും സ്വന്തമായി വീടുന്നില്ല. അവർ വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. അച്ഛൻ മാത്രമാണ്, അച്ഛൻ്റെ കൂടെയാണ് ആ മകൻ താമസിക്കുന്നത്. അരുൺ കഴിഞ്ഞ വർഷം മുതൽ തനിക്ക് കിട്ടുന്ന ചില്ലിക്കാശുകൾ ശേഖരിച്ച് തൊട്ടടുത്ത മാണിയാട്ട് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കും. ഇവിടെ വിദ്യാനിധി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ആ വിദ്യാനിധിയിൽ നിക്ഷേപിക്കുകയും നിക്ഷേപിച്ച് കിട്ടിയ 10,000 രൂപ ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയാണ്. വേറെ കാര്യമായ ഒരു വരുമാനമൊന്നുമില്ലാതെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ബിജുവിന്റെ മകൻ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയൊരു തുക, ആ മനസ്സിനാണ് ഇത് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ മകൻ നൽകുന്ന സന്ദേശം. സ്കൂൾ PTA പ്രസിഡന്റ് PV ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ വിനു കയ്യാനിക്കൽ, സ്കൂൾ മുഖ്യാധ്യാപിക വി ലളിത, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി PV അനിൽ, മാണിയാട്ട് സഹകരണ ബാങ്ക് പ്രതിനിധി C സുരേഷൻ, KV സരസ്വതി എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ജൈവ നെൽകൃഷിയുമായി ബേഡെടുക്ക വനിതാ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. തെക്കേക്കര പാടശേഖരത്തിലെ ബേഡകം ജുമാ മസ്ജിദിന് കീഴിലുള്ള 5 ഏക്കർ നെൽവയലിൽ കർക്കിടക നാട്ടിപ്പൊലിമ എന്ന പേരിലാണ് നെൽകൃഷി. 100 കണക്കിന് പേർ ഞാറുനടീൽ പരിപാടിയിൽ പങ്കെടുത്തു. തുടർച്ചയായ 7ാം വർഷവും നെൽകൃഷിയുമായി ബേഡെടുക്ക വനിതാ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. തെക്കേക്കര പാടശേഖരത്തിലെ ബേഡകം ജുമാ മസ്ജിദിന് കീഴിലുള്ള 5 ഏക്കർ നെൽവയലിലാണ് കർക്കിടക നാട്ടിപ്പൊലിമ എന്ന പേരിൽ ജൈവ നെൽകൃഷി ചെയ്തത്. വർഷങ്ങളായി കൃഷിയിലൂടെ ലഭിക്കുന്ന നെല്ല് അരിയാക്കി പ്രകൃതി റൈസ് എന്ന സ്വന്തം ബ്രാൻഡിൽ വിപണിയിലിറക്കുകയാണ് സംഘം.
പ്രകൃതി റൈസിന് വിപണിയിൽ ആവശ്യക്കാർ ഏറെയെന്ന് സംഘത്തിന്റെ പ്രതിനിധികൾ പറയുന്നു. ബേഡകം പൊന്നൂർപ്പാറ വയലിൽ തുടർച്ചയായി 7ാമത്തെ വർഷമാണ് സംഘം നെൽകൃഷി ഇറക്കുന്നത്. ഇപ്രാവശ്യം ബേഡകം പൊന്നൂർപ്പാറയിലെ ബേഡകം ജുമാ മസ്ജിദിന് കീഴിലുള്ള 5 ഏക്കറോളം വയലിലാണ് സംഘം നെൽകൃഷി ഇറക്കിയിരിക്കുന്നത്. അറ്റ്ലസ് വിത്തിനമാണ് ഇപ്രാവശ്യം നെൽകൃഷി ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് നെൽകൃഷി ചെയ്തിരിക്കുന്നത്. സംഘത്തിൻ്റെ മെമ്പർമാരുടെയും നാട്ടുകാരുടെയും സഹകരണ വകുപ്പിൻ്റെയും കൃഷി വകുപ്പിൻ്റെയൊക്കെ പരിപൂർണ പിന്തുണ ഞങ്ങളുടെ ഈ ഉദ്യമത്തിനുണ്ട്. പരമാവധി മെഷീനറികൾ ഉപയോഗിച്ചും സംഘത്തിലെ മെമ്പർമാരുടെയൊക്കെ സേവനം സൗജന്യമായി ഉപയോഗപ്പെടുത്തിയുമാണ് സംഘം നെൽകൃഷി തുടർച്ചയായി 7ാം വർഷവും ചെയ്തു വരുന്നത്. സംഘം മെമ്പർമാരും നാട്ടുകാരും ജീവനക്കാരും ഉൾപ്പെടെ 100 കണക്കിന് പേർ ഞാറുനടീൽ പരിപാടിയിൽ പങ്കെടുത്തു. GHSS ബന്തെടുക്കയിലെ 7ാം ക്ലാസ്സുകാർ പാഠപുസ്തകത്തിലെ ഗ്രാമശ്രീകൾ എന്ന കവിതാപാഠത്തിന്റെ ഭാഗമായി കൃഷിയെക്കുറിച്ച് അറിയുവാനും കൃഷി ഒരു അനുഭവമാകുന്നതിനും വേണ്ടി കൃഷിസ്ഥലത്തെത്തുകയും ഞാറുനടീലിൽ പങ്കാളികളാവുകയും ചെയ്തു. അധ്യാപകരായ സുകുമാരൻ ചൂരിത്തോട്, ജ്യോതിലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. പരിപാടി കാസർഗോഡ് സഹകരണ സംഘം ഡെപ്യൂട്ടി രജിസ്ട്രാർ വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ നിർദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് തങ്ങളുടെ പ്രവർത്തനം വിപുലീകരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ സംഘത്തിൻ്റെ ഭരണസമിതിയും ജീവനക്കാരും തയ്യാറായി എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ കാണാൻ കഴിയും. ഈ നടീൽ ഉത്സവം ഇതിൻ്റെ തുടർന്നും സംഘത്തിലെ അംഗങ്ങളും ഭരണസമിതി അംഗങ്ങളും തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് എന്നുള്ളത് ഈ സംഘത്തോടുള്ള താല്പര്യത്തിനപ്പുറത്തേക്ക് കൃഷിയെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തെ കൂടി നമുക്കിതിൽ കാണാൻ കഴിയും. സംഘം പ്രസിഡന്റ് കെ ഉമാവതി അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റുമാരായ മനോഹരൻ എം, പ്രീത പി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ തമ്പാൻ, എ ദാമോദരൻ മാസ്റ്റർ, കുഞ്ഞികൃഷ്ണൻ മടക്കല്ല്, റഹീം കുണ്ടെടുക്കം, PK രാഘവൻ നായർ, അബ്ബാസ് PK, ഷംസുദ്ദീൻ PK തുടങ്ങിയവർ സംസാരിച്ചു. സംഘം സെക്രട്ടറി സുധീഷ് കുമാർ A സ്വാഗതവും സംഘം വൈസ് പ്രസിഡന്റ് പ്രീതി M നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം യൂണിറ്റിൽ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ബഷീർ കനില പതാക ഉയർത്തി. പരിപാടിയിൽ നിരവധി വ്യാപാരികൾ പങ്കെടുത്തു. മഞ്ചേശ്വരം യൂണിറ്റിൽ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ബഷീർ കനില പതാക ഉയർത്തിയതോടെയാണ് വ്യാപാരി ദിനാചരണ പരിപാടികൾക്ക് തുടക്കമായത്. പരിപാടിയിൽ നിരവധി വ്യാപാരികൾ പങ്കെടുത്തു. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ച് മൗനപ്രാർത്ഥന നടത്തി. വയനാട്ടിൽ അപകടം സംഭവിച്ച വ്യാപാരികൾക്ക് പുനരധിവാസം നടത്താൻ മഞ്ചേശ്വരം യൂണിറ്റിന്റെ വക 1,00,000 രൂപ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി. വയനാട് ദുരന്തത്തിൽ ഓൺലൈൻ വ്യാപാര കമ്പനികൾ യാതൊരു സഹായവും നൽകാത്തതിൽ വ്യാപാരികൾ പ്രതിഷേധിച്ചു. ഓൺലൈൻ വ്യാപാരം ബഹിഷ്കരിക്കുക എന്ന മുദ്രാവാക്യവുമായി പ്രതീകാത്മകമായി കമ്പനി നാമകരണങ്ങൾ കത്തിച്ചായിരുന്നു പ്രതിഷേധം. ചടങ്ങിൽ സത്യജിത്ത്, സലാം, മസൂദ്, ഹമീദ്, സൈഫുള്ള, സുദർശൻ, നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. KTGA കാസർഗോഡ് മേഖലാ ജനറൽ ബോഡി യോഗം കാസർഗോഡ് താളിപ്പടപ്പ് ഉടുപ്പി ആര്യഭവൻ ഹാളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് KG സജീവ് ഉദ്ഘാടനം ചെയ്തു. 2024-26 കാലയളവിലേക്കുള്ള പുതിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. KTGA കാസർഗോഡ് മേഖലാ ജനറൽ ബോഡി യോഗം കാസർഗോഡ് താളിപ്പടപ്പ് ഉടുപ്പി ആര്യഭവൻ ഹാളിൽ ജില്ലാ പ്രസിഡന്റ് KG സജീവ് ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം 5% എന്നുള്ള GST 12% വർദ്ധിച്ചു. ഒരു 3-4 വർഷം തത്വത്തിൽ വർധനവ് വന്നില്ല. അതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ട കേരളത്തിലെ മുഴുവൻ MPമാരെയും ഞങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട MP ഉണ്ണിത്താൻ MPയെ പോയി കണ്ട് നിവേദനം നൽകി. അങ്ങനെ ഇന്ത്യയിലെ തന്നെ ബഹുഭൂരിപക്ഷം MPമാരെയും കണ്ട് നിവേദനം കൊടുത്തതിൻ്റെ ഭാഗമായി ആ 12% എന്നുള്ളത് അവിടെ ഫ്രീസ് ചെയ്യും. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞത് ഒരു സംഘടന എന്ന നിലയിൽ അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും. ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് സുൽസൺ അധ്യക്ഷത വഹിച്ചു. മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഇല്യാസ് TA മുഖ്യാതിഥിയായി. ജില്ലാ ജനറൽ സെക്രട്ടറി സമീർ ഔട്ട്ഫിറ്റ്, ജില്ലാ ട്രഷറർ ഹസൻ ഹാജി, ജില്ലാ ഭാരവാഹി അറ്റ്ലസ് റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജനറൽ സെക്രട്ടറി ഹാരിസ് സെനോറ സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് ഫൈറോസ് മുബാറക് നന്ദിയും പറഞ്ഞു. തുടർന്ന് 2024-26 കാലയളവിലേക്കുള്ള കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. മുഖ്യ രക്ഷാധികാരിയായി സുൽസൻ മൊയ്തീൻ ഹാജി, ജനാർദ്ദൻ കണ്ണൻസ്, ഗഫൂർ ഹാജി ബോംബെ ഗാർമെന്റ്സ് എന്നിവരെയും, പ്രസിഡന്റായി അഷ്റഫ് ഐവ, ജനറൽ സെക്രട്ടറിയായി ഹാരിസ് സെനോറ, ട്രഷററായി ഷംസീർ സാരോൺ എന്നിവരെയും തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി ഫൈറോസ് മുബാറക്, അഷ്റഫ് ഫോറിയു, നരേന്ദ്രൻ ബദിയെടുക്ക, ജോയിന്റ് സെക്രട്ടറിയായി ഹാരിസ് പ്രീസ്, ഇക്ബാൽ ഹിമാചർക്കള, സെയ്തു എന്നിവരെയും തെരഞ്ഞെടുത്തു.
അനധികൃത കച്ചവടങ്ങൾ നിയന്ത്രിക്കണമെന്നും ഓണം സീസൺ മാത്രം ലക്ഷ്യം വെച്ചുള്ള താൽക്കാലിക കച്ചവടങ്ങൾക്കുള്ള ലൈസൻസ് നൽകുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിട്ടുനിൽക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ സ്വാതന്ത്ര്യ സ്മൃതി സംഗമം നടത്തി. ടൗണിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്മൃതി മണ്ഡപത്തിൽ നടന്ന പരിപാടി ഗാന്ധി ദർശൻ വേദി സംസ്ഥാന ഉപാധ്യക്ഷ ഡോക്ടർ പി.വി. പുഷ്പജ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ സ്വാതന്ത്ര്യ സ്മൃതി സംഗമം നടത്തി. ടൗണിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്മൃതി മണ്ഡപത്തിൽ നടന്ന പരിപാടി ഗാന്ധി ദർശൻ വേദി സംസ്ഥാന ഉപാധ്യക്ഷ ഡോക്ടർ പി.വി. പുഷ്പജ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി ദുരന്തത്തിൽ കേഴുന്ന വയനാടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സ്വാതന്ത്ര്യ സ്മൃതി സംഗമം നടത്തിയത്. ഗാന്ധി ദർശൻ വേദി നിയോജക മണ്ഡലം പ്രസിഡന്റ് പി.കെ. രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ഗാന്ധിയൻ പ്രവർത്തകൻ കെ.വി. രാഘവൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ രാഘവൻ കുളങ്ങര, വൈസ് ചെയർമാൻ എ.വി. ബാബു, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വി. മനോഹരൻ, വി. രാജൻ, ഡോക്ടർ കെ. സുധാകരൻ, എ.എം. രാജഗോപാലൻ, എ.വി. പത്മനാഭൻ, വിനോദ് എരവിൽ, സി. ദാമോദരൻ, ടി. ശശീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള ഗവൺമെന്റ് നഴ്സിംഗ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം സമാപിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം എസ്. ദീപു ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അനുസൃതമായി കൂടുതൽ നഴ്സിംഗ് ഓഫീസർ തസ്തിക സൃഷ്ടിക്കുക, കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ സജ്ജമാക്കുക, നഴ്സിംഗ് ഇതര ജോലികളിൽ നിന്നും നഴ്സുമാരെ ഒഴിവാക്കുക, കിടത്തി ചികിത്സ ഉള്ള എല്ലാ ആശുപത്രികളിലും 8 മണിക്കൂർ ജോലി നടപ്പിലാക്കുക, NHM മേഖലയിലുള്ള കേന്ദ്ര ഫണ്ട് വിഹിതം വിതരണം ചെയ്യാതെ ആരോഗ്യ മേഖലയെ ഇല്ലായ്മ ചെയ്യാനുള്ള നയം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ കേരള ഗവൺമെന്റ് നഴ്സിംഗ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് ഫോർട്ട് വിഹാർ ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം എസ്. ദീപു ഉദ്ഘാടനം ചെയ്തു. KGNA 67ാമത് സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ഒക്ടോബർ 14-15 തീയതികളിൽ കോട്ടയത്ത് വെച്ചാണ് നടക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് യൂണിറ്റ് സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനം, അതേപോലെ ജില്ലാ സമ്മേളനം, അതിനുശേഷം മാത്രമാണ് സംസ്ഥാന സമ്മേളനം. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ സമ്മേളനം നടത്തിക്കൊണ്ടാണ് നമ്മൾ സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ട് സമ്മേളനം നടത്തിയിട്ട് 1-2 നടത്തിക്കൂടെ എന്നത്? അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ KGNA എന്ന് പറയുന്നത് ഒരു ചട്ടക്കൂടിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് സംഘടനയ്ക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ സമ്മേളനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, യൂണിറ്റ് സമ്മേളനം എന്ന് പറയുന്നത് സംഘടനയുടെ ഏറ്റവും പ്രാധാന്യമാണ്. ഏരിയ വൈസ് പ്രസിഡന്റ് കെ. ശ്രീന അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉണ്ണി ജോസ്, സംസ്ഥാന കമ്മിറ്റി അംഗം പി.വി. പവിത്രൻ, ജില്ലാ സെക്രട്ടറി പി.വി. അനീഷ് എന്നിവർ സംസാരിച്ചു. കെ.ആർ. ശ്യാമ പ്രമേയം അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി പി. രമ്യ സ്വാഗതവും എ. രജിത നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് ഏരിയയിലെ വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളായി ഏരിയ പ്രസിഡന്റായി കെ. ശ്രീന, വൈസ് പ്രസിഡന്റായി രമ്യ എസ്, ഏരിയ സെക്രട്ടറിയായി ടി. സജിത, ജോയിന്റ് സെക്രട്ടറിയായി ഭാവന, ട്രഷററായി M.V. വിനീത എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ഗുരുവനം കേന്ദ്രീയ വിദ്യാലയം വ്യവസായ പാർക്ക് റോഡ് ഇ. ചന്ദ്രശേഖരൻ MLA-യും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. പ്രദേശത്തെ കുടുംബങ്ങൾ നേരിടുന്ന യാത്രാ ദുരിതം MLA-യെ നേരിൽ കണ്ട് അറിയിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന ഹോസ്ദുർഗ് താലൂക്ക് വികസന സമിതി യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ഉദ്യോഗസ്ഥ സംഘം ഇവിടെ സന്ദർശനം നടത്തിയത്. ഗുരുവനം കേന്ദ്രീയ വിദ്യാലയം, യൂത്ത് ഹോസ്റ്റൽ, വ്യവസായ പാർക്ക് എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചേരുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തിയ സന്ദർശന സംഘത്തിൽ ഇ. ചന്ദ്രശേഖരൻ MLA, ഹോസ്ദുർഗ് തഹസിൽദാർ M. മായ, നഗരസഭാ ചെയർപേഴ്സൺ KV. സുജാത, മുൻ ചെയർമാൻ V. ഗോപി, താലൂക്ക് വികസന സമിതി അംഗം ജയപ്രകാശ്, വാർഡ് കൗൺസിലർ മായാകുമാരി, കൗൺസിലർമാർ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ, കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പാൾ പ്രഭാകരൻ വാഴുന്നൂറടി, രഘു B. നാരായണൻ എന്നിവരാണുണ്ടായത്. പ്രദേശത്ത് സർക്കാർ പതിച്ചു നൽകിയ 3 സെന്റ് സ്ഥലത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ അവർ നേരിടുന്ന യാത്രാ ബുദ്ധിമുട്ടുകൾ ഇ. ചന്ദ്രശേഖരൻ MLA-യെ നേരിൽ കണ്ട് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ അതിക്രമം നടക്കുന്നുവെന്ന് ആരോപിച്ച് ഹിന്ദു ഐക്യവേദി പ്രതിഷേധം സംഘടിപ്പിച്ചു. മടിക്കൈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. VHP ജില്ലാ സെക്രട്ടറി ടി. നാരായണൻ കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു.
ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ ജീവനും സ്വത്തിനും ആരാധനാലയങ്ങൾക്കുമെതിരെ നടക്കുന്ന വംശഹത്യക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി ഹിന്ദു ഐക്യവേദി മടിക്കൈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പാറയിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി ടി നാരായണൻ കക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സമരം നടത്തിയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യം ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. ആ കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം അവിടുത്തെ സുപ്രീം കോടതി ഒരു സംവരണം ഏർപ്പെടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1971 ബംഗ്ലാദേശിൽ രൂപീകരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന 30% സംവരണം സുപ്രീം കോടതി 5% കുറക്കുകയും അവാമി ലീഗിന്റെ ഭരണത്തിലുണ്ടായിരുന്ന ഷെയ്ഖ് ഹസീന. ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി മോഹനൻ വാഴക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. ബിജെപി കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി മനോജ് വാഴക്കോട് സംസാരിച്ചു. ഹിന്ദു ഐക്യവേദി മടിക്കൈ യൂണിറ്റ് സെക്രട്ടറി എം രതേഷ് സ്വാഗതവും താലൂക്ക് ട്രഷറർ കെ.പി. സുകുമാരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KPCC ഗാന്ധി ദർശൻ സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം നടത്തി. അഡ്വക്കേറ്റ് ടി.കെ. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. KPCC ഗാന്ധി ദർശൻ സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനത്തിന്റെ ഭാഗമായി ഗാന്ധി സ്മൃതി സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ഫോർട്ട് വിഹാർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി അഡ്വക്കേറ്റ് ടി.കെ. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ പ്രപഞ്ചവീക്ഷണം എന്ന വിഷയത്തിൽ AM ശ്രീധരൻ മാസ്റ്ററും ചരിത്രബോധം എന്ന വിഷയത്തിൽ N. അജയൻ മാസ്റ്ററും സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് M. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹികളായ KK ബാബു, P. പത്മനാഭൻ മാസ്റ്റർ, വില്യംസ് ജോസഫ്, B. ഗോപി, CM രാധാകൃഷ്ണൻ മാസ്റ്റർ, പ്രദീപൻ തുരുത്തി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നു. പുഴയുടെ നീരൊഴുക്ക് കുറഞ്ഞതാണ് അനുകൂല ഘടകമായത്. തൃക്കരിപ്പൂരിൽ MSF SFI നേതാക്കൾ ഹോട്ടലിന് മുന്നിൽ ഏറ്റുമുട്ടി. 5 പേർ ആശുപത്രിയിൽ. ചെർക്കള ചട്ടഞ്ചാലിനുമിടയ്ക്ക് ദേശീയപാതയിൽ വിള്ളൽ വീണതിനെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിൽ ഭീഷണിക്ക് പരിഹാരമായില്ല. വലിയ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ യാത്രാവിലക്ക് ഒരാഴ്ച കൂടി തുടരും. കാസർഗോഡ് മല്ലംപാറയിൽ പന്നിക്ക് വെച്ച കെണിയിൽ കുരുങ്ങിച്ചത്തത് 4 വയസ്സുള്ള പെൺപുലി. വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. മണലൂറ്റിൽ സഹികെട്ട വലിയ പറമ്പ് ജനതാ പ്രക്ഷോഭത്തിന് സമരപ്രഖ്യാപന കൺവെൻഷൻ നടന്നു. ജൈവ നെൽകൃഷിയുമായി ബേഡെടുക്ക വനിതാ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. 5 ഏക്കർ നെൽവയലിലാണ് കൃഷി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.